ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റു. 7 മണിക്ക് എഴുന്നേറ്റ് കടയിലോട്ട് പോരാൻ തീരുമാനിച്ചു. 7 മണിക്ക് എഴുന്നേറ്റ് കടയിലോട്ട് പോരാൻ ഇഷ്ടം പോലെ വർക്ക് നമുക്കിവിടെ ഇരിപ്പുണ്ട്. അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു സാംസങ്ങിൻ്റെ ഒരു ഹോം തിയേറ്റർ ചെയ്യാനുണ്ട്. പിന്നെ ഒരു ബാറ്ററി ചെയ്യാനുണ്ട്. ഒരു സൈക്കിളിൻ്റെ ഒരു ബാറ്ററി, സ്കൂട്ടറിൻ്റെയൊക്കെ ലിഥിയം അയൺ ബാറ്ററി. ഇത് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും ജോലി ചെയ്യാൻ വരുവാണ്. ഞായറാഴ്ച ഞങ്ങൾ കട തുറക്കുന്ന ഒരു പരിപാടിയില്ല, ചരിത്രത്തിലില്ലാത്ത പരിപാടിയാണ്. എന്നാലും ഇത് നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെയാണ്, സഹോദരനെ പോലെ കാണണമെന്നാണ് പുള്ളി പറയുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ബാറ്ററിയാണ്. അത് സർവീസ് ചെയ്ത് പുള്ളിക്ക് പുതിയ ബാറ്ററി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുതിയ ബാറ്ററി ഞാൻ 50 ബാറ്ററി വേണം. 50 ബാറ്ററി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സാധനവും ഞാൻ മേടിച്ച് വെച്ചു. പക്ഷേ എനിക്ക് അത് കയറ്റി വെച്ച പിന്നെ ആ മേശ വെച്ചൊരു പണി ചെയ്യാൻ പറ്റുന്നില്ല. ഈ സാധനം ഇത് അന്ധവിശ്വാസമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ സാധനം പണിയാൻ വരുന്ന ദിവസം ഒരു പണിയും നടക്കില്ല. എന്തെങ്കിലും തടസ്സങ്ങളാണ്, ഭയങ്കര തടസ്സമാണ്. ഇന്ന് എന്ത് വന്നാലും രാത്രി 12 മണിയായാലും ഇയാളുടെ ബാറ്ററി, ഈ ചേട്ടൻ്റെ ബാറ്ററി ചെയ്യണമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ രാവിലെ ഒരു ചായ പോലും കുടിക്കാതെ, ഒരു കടുങ്കാപ്പി പോലും കുടിക്കാതെ രാവിലെ ഇറങ്ങി വണ്ടി, അതായത് എൻ്റെ വണ്ടി ഒരു 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 3.5 വർഷമായ വണ്ടി. ഇന്ന് വരെ ആ വണ്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലാത്ത വണ്ടി ഇന്ന് രാവിലെ ഓണാകുന്നില്ല. വണ്ടിയുടെ കീ വർക്ക് ചെയ്യുന്നില്ല. വണ്ടിക്ക് യാതൊരു അനക്കമില്ല, ഡെഡ്. അപ്പോൾ ആ ടെൻഷനായി ഞാൻ ഈ വണ്ടി മാനുവലായിട്ട് തുറക്കുന്ന കീയിട്ടകത്ത് കയറി നോക്കി. ഒരു കട്ടയും വർക്ക് ചെയ്യുന്നില്ല, ഒന്നും തെളിയുന്നില്ല. വണ്ടിക്ക് യാതൊരു അനക്കമില്ല. ഓപ്പണും ആകുന്നില്ല, സ്റ്റാർട്ട് ഞെക്കിയിട്ട് സ്റ്റാർട്ടും ആകുന്നില്ല, ഒന്നും ആകുന്നില്ല. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളാണല്ലോ, നിങ്ങൾ കണ്ടിട്ട് കാണും. അപ്പോൾ ഞങ്ങൾ EV OK എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് നമുക്ക്, ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേരള. അതാണ് EV OK. ഒരു 10,000 പേരുള്ള ഒരു സംഘടനയാണ്, രജിസ്റ്റേർഡ് സംഘടനയാണ്. ഞങ്ങളതിന് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഓരോ ജില്ല അനുസരിച്ചും അതിന് പ്രത്യേകം പ്രസിഡൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡൻറ്റ് നിതിൻ സാറിനെ വിളിച്ചു. പിന്നെ EV OKയ്ക്ക് ചാർജിങ് സ്റ്റേഷനുണ്ട്, ഓൾ കേരള ചാർജിങ് സ്റ്റേഷനുണ്ട്. അവിടെ റേറ്റ് കുറവാണ്. ഇതിലെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് റേറ്റ് കുറവുണ്ട് അവിടെ. അത് വേറൊരു കേസ്, അത് ആ വഴി പോട്ടെ. നമ്മൾ EV OKയുടെ കാര്യം പറയാൻ വന്നതല്ലല്ലോ. പക്ഷേ എനിക്കിപ്പോൾ സഹായം കിട്ടി. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടും ഈ ഗ്രൂപ്പിലായതുകൊണ്ടും അന്നേരം ഞാൻ എൻ്റെ പ്രസിഡൻറ്റിനെ വിളിച്ചു. കോട്ടയം ജില്ലയുടെ പ്രസിഡൻറ്റിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, സാറേ വേറെ ഒന്നും സാർ ടെൻഷൻ ആകണ്ട, വണ്ടി തുറക്കുക, പോയൊരു ബാറ്ററി മേടിച്ചുകൊണ്ട് വരിക. 44 ആംബിയറിൻ്റെ 6 എന്ന് പറഞ്ഞ റൈറ്റ് സൈഡ് 6 എന്ന് പറഞ്ഞ ബാറ്ററി, റൈറ്റ് സൈഡ് പോസിറ്റീവ് വരുന്നതിനെ ഈ 6 എന്ന് പറയുന്നത്, 6 ടൈപ്പ് എന്ന് പുള്ളി പറഞ്ഞു. 6 ടൈപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ 6 എന്ന് വിചാരിച്ചു. 6 ടൈപ്പ് എന്ന് പറയാം. അപ്പോൾ 6 അല്ല, 6 ഇംഗ്ലീഷ് 6 റൈറ്റ് സൈഡ് എന്നുള്ള. ബാറ്ററി അന്വേഷിച്ചിട്ട് ഇവിടെ എങ്ങുമില്ല, ബാറ്ററി ഇല്ല. അപ്പോൾ ഞായറാഴ്ച ആണല്ലോ, ബാറ്ററി ഇല്ലല്ലോ. അപ്പം ഞാൻ ബാറ്ററി വിൽക്കുന്ന ഒരു കട അറിയാവുന്ന, പണ്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെ വിളിച്ചു. അവന് ഭയങ്കര പനിയായിട്ട് കിടക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പം പുള്ളിയുടെ ഓണറുടെ നമ്പർ തന്നു. അവിടെ എക്സൈഡിൻ്റെ ബാറ്ററി, പുള്ളി അവിടെ ചെന്നു. ബാറ്ററിക്ക് എൻ്റെ 7,800 രൂപ ബാറ്ററിക്ക് വിലയാണ്. പുള്ളി പഴയ ബാറ്ററി എടുത്തുകൊണ്ട് 5,300 എനിക്ക് ആ ബാറ്ററി തന്നു. അതിന് 3 വർഷം വാറണ്ടി കിട്ടും, 2.5 വർഷം വാറണ്ടി കിട്ടും, 90 മാസം. അപ്പോൾ ആ ബാറ്ററി എടുത്ത് ഫിറ്റ് ചെയ്യാൻ ആളെ വേണ്ട എടുത്ത്, നമുക്ക് തന്നെ അറിയാം. എന്നാലും വലിയൊരു പാട്, രാവിലെ അത് ചെയ്യാനൊരു മടി. അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്യാൻ വേറൊരു നിയാസ് എന്ന് പറഞ്ഞൊരു പയ്യനെ വേറെ അറേഞ്ച് ചെയ്തു. ഓട്ടോറിക്ഷ വിളിച്ചാണ് ഇത് മൊത്തം നടക്കുന്നത്. ഓട്ടോറിക്ഷ വിളിച്ച് അവനെ അറേഞ്ച് ചെയ്ത് ബാറ്ററി എടുത്ത് അവനെയും കൊണ്ടുപോയി, അവൻ വേറൊരു സ്ഥലത്തായിരുന്നു, അവിടെ പോയി അവനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ചെന്ന് ബാറ്ററി അഴിച്ചു മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ, ഇതാണ്ട് ഫോൺ വിളി വന്നപ്പോൾ ഒന്ന് പോസ് ചെയ്ത് ഞാൻ ഫോൺ സംസാരിക്കും. വന്നപ്പോഴത്തെ 7 മണിയായി. 7 മണിക്ക് തുടങ്ങി നമ്മൾ വന്നപ്പോൾ 2 മണിയായി. ഞായറാഴ്ച ബാറ്ററി സംഘടിപ്പിച്ച്, പണിക്കാരനെ സംഘടിപ്പിച്ച് വണ്ടിയെ വന്ന് ബാറ്ററി മാറി. എന്നാലും ദൈവം സഹായിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം, ബാറ്ററി മാറുന്നതിൻ്റെയൊക്കെ ഇട്ട് തരാം. ഈ സർവീസ് സെൻറ്ററിൽ ബാറ്ററി മാറിയ വില കൂടുതലാണ്, പുറത്തുനിന്ന് മേടിച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി ബാറ്ററി കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ബാറ്ററി പോകുന്നതിന് മുമ്പ് വണ്ടി കാണിച്ച ഒരു സിംറ്റം ഉണ്ട്. ബാറ്ററി പോകുന്നതിന് മുമ്പ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി സാധനങ്ങൾ വെക്കാൻ വേണ്ടി വണ്ടി ഓപ്പൺ ചെയ്തിട്ട് അടച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ മിറർ മടങ്ങിയില്ല. അപ്പം മിറർ മടങ്ങാൻ വന്നപ്പം ജിൻസിയാണ് പോയി തുറന്ന് ഇതെല്ലാം വെച്ചത്. അപ്പം മിറർ മടങ്ങിയില്ല. ഒന്നാമത് ഈ വണ്ടിക്ക്
എന്നെയാണ് കൂടുതൽ താല്പര്യം. വണ്ടിയിൽ എപ്പോഴും ഡ്രൈവർ ജിൻസി എന്തെങ്കിലുമൊക്കെ കാണിച്ച് അന്നേരം വണ്ടി ഓരോ ശബ്ദം പുറപ്പെടുവിക്കുകയും കമൻറ്റ് പറയുകയും ചെയ്യും. ബുദ്ധിയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് മിറർ പണങ്ങാൻ നീ പോയാൽ തുറന്നത് വണ്ടിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും വണ്ടി ഈ ചെവി മടക്കാതെ അരിശപ്പെട്ട് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മടങ്ങിയില്ല. ഞാൻ വന്ന് നോക്കിയിട്ടും അന്നേരം മടങ്ങിയില്ല. പക്ഷേ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ രാത്രി ഒരു ടൈം ആയിരുന്നു. അന്നേരം സ്റ്റാർട്ടായില്ല, ഞങ്ങൾ പെട്ടുപോയേനെ. വണ്ടി അവിടെ ഇട്ടിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വന്നേനെ. കാരണം എന്ന് വെച്ചാൽ ആ ടൈമിൽ അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നേനെ. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അന്നേരം എന്നാണേലും വണ്ടി സ്റ്റാർട്ടായി. നേരെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ ഈ ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തടസ്സം, വണ്ടി സ്റ്റാർട്ടാവത്തില്ല. അതുകൊണ്ട് വഴി കിടന്നില്ല, അവിടെ തന്നെ കിടന്ന് ബാറ്ററി മാറി വന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ അന്ധവിശ്വാസമാണോ എന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ബാറ്ററി ഞാൻ എപ്പോൾ പണിയാൻ തുടങ്ങിയാലും തടസ്സമാണ്. 100 കൂട്ടം ഇങ്ങനെയുള്ള തടസ്സങ്ങളാണ്. അല്ലെങ്കിൽ എങ്ങനെ കസ്റ്റമർ വരും, അങ്ങനെ വരും. എങ്ങനെയെങ്കിലും ആ മനുഷ്യൻ്റെ ബാറ്ററി ഒന്ന് ശരിയായി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആദ്യം ഞാൻ ബാറ്ററി വണ്ടിയുടെ മാറുന്ന കാണിക്കാം. അത് കഴിഞ്ഞ് പുള്ളിയുടെ ബാറ്ററിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം പുള്ളിയുടെ 5 മണി കഴിഞ്ഞ് 51 മിനിറ്റ്, 6 മണിയായി. രാവിലെ 7 മണിക്ക് ഈ ബാറ്ററി ഉണ്ടാക്കാൻ വന്ന് ഞങ്ങൾ 6 മണിയായി സന്ധ്യാസമയത്ത് വീണ്ടും ബാറ്ററി ഉണ്ടാകാൻ കയറുകയാണ്. ഇത് ആ പുള്ളി കാണുന്നുണ്ട്, പുള്ളിക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. താങ്ക് യു. എനിക്ക് ആദ്യം ചെറിയ ഇയർ ബാലൻസിൻ്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പതിയെ കണ്ണാടി ഇതിലേക്ക് കയറിയത്. കണ്ണാടി വെക്കാൻ പറഞ്ഞോ? എന്നാൽ ഇവിടെ കണ്ണാടി വെക്കാൻ പറഞ്ഞു. തലവേദനയൊക്കെ വന്നപ്പോൾ അങ്ങനെ വെച്ച് പിന്നെ വണ്ടി ഒന്ന് കഴിക്കാൻ പോലും സമയമില്ല, അതുപോലെ തിരക്കായിപ്പോയി. എക്സൈഡാ ഇതും അല്ലേ? അതും ഇപ്പോൾ ഈ പുറത്ത് വരുന്നതായിട്ട് എന്നാ മാറ്റം എന്നാ? ഇത് ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള നമ്മൾ ഇവിടുന്ന് നമ്മൾ പുറത്ത് മേടിക്കുന്നത്. ഇത് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ക്വാളിറ്റി ഒന്നും ഇല്ല. കുറച്ച് കൊടുക്കും. 1 ഇയർ കൊടുക്കും. മറ്റേ 2.5 വർഷം. അപ്പോൾ കമ്പനിയിൽ നിന്ന് വെക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ്. ഇതുവരെ അയച്ചിട്ടില്ല. 3.5 വർഷമായി. അങ്ങനെ ഇനി ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററി ആദ്യമായിട്ട് മാറി റെക്കോർഡ് ഇട്ടു. ചാർജുള്ള വണ്ടിയുടെ ചാർജ് ഇല്ലാത്ത ഇതൊന്നും സംഭവിക്കാല്ല. ഈ ബാറ്ററി മാറ്റിയാൽ ഇതിനകത്ത് മെമ്മറി എല്ലാം ഒന്ന് പോകുന്നു. മെമ്മറി പോകുന്നുള്ളൂ. അതായത് ടൈമൊക്കെ തെറ്റിപ്പോവും. അതെല്ലാവരും ബാറ്ററി അയക്കുമ്പോൾ ഉള്ളതല്ലേ, അല്ലാതെ ഒന്നും സംഭവിക്കാനില്ല ഇതിനകത്ത്. ഇതേത് കമ്പനിയാണ് ഇത്? എക്സൈഡ് ആണോ ഇത്? എക്സൈഡ് തന്നെ. ഓക്കെ, എക്സൈഡ് തന്നെ. ഇതേമാരെന്നാ വെള്ളം ഒഴിച്ചാണ് ഇച്ചിരി തുരുമ്പ് പോലെ കാണുന്നവിടെ. അപ്പൊ അത് ക്ലീൻ ചെയ്യണോ? വേണ്ടായിരിക്കും. അതവന്മാരെന്തോ ബ്രേക്ക് ഇതായിട്ടുണ്ട്. കമ്പനി പോകുമ്പോൾ ഒന്ന് മാറിക്കണം. ഓക്കെ. അവന്മാരത് പൊട്ടലുണ്ട് മാറിയെന്നൊക്കെ എന്നോട് നുണ പറഞ്ഞ് കാശ് മേടിച്ചാണല്ലോ കള്ളന്മാര്. അത് പോവും, എല്ലാത്തിനും ഒരു കുഴപ്പമില്ലേ. തരാം. ഇത് പൊട്ടിയിട്ടുണ്ടോ ഞാൻ കാണിച്ചു കൊടുത്തത്. ഇത് പുതിയത് മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്റെ കടയിലുണ്ടോ? ഈ സാധനം നമ്മുടെ ഈ ടൈപ്പ് കിട്ടത്തില്ല.
ഇത് കമ്പനി ഓയിയാ ഒറിജിനല. ആ അല്ല എന്നാലും അത് പൊട്ടിയില്ലോ. ക്ലാവ് കയറിയിട്ട് കണക്ഷൻ ആകുന്നതാണ്. അല്ല അതിനുള്ള ക്ലാവൊന്നുമില്ല, അവന്മാർ മാറിയിട്ടുമില്ല. ഇതാണ് സർവീസ് സെൻ്ററുകളിലെ കുഴപ്പം. ഇത് ഞാനത് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പൊട്ടിയത് അറിയാതിരിക്കാൻ അവിടെ ഇച്ചിരി പെയിന്റ് അടിച്ചു വെച്ചു. അത് അവന്മാരടിച്ചതാ പെയിന്റ്. ആ ഈടെ അടിച്ചതാ. ഇത് കൂട്ട് തട്ടിപ്പ്. ആ എന്നാ കുഴപ്പമെങ്കിലും ആട്ടെ. എങ്ങനെയാണോ സർവീസ്. എൻ്റെ ആംബിയർ ചെയ്തിട്ടില്ലേ ഇവിടെയാണ്. 60 മാസമുണ്ട്. 44 hour. അതാണ് എൻ്റെ ആംബിയർ. ഓക്കെ. ആ നല്ല ചുമല നിറമൊക്കെയാണ്. മറ്റേത് അപ്പം ശരിക്കും ഇത് എത്ര ആംബിയർ ഉണ്ട്? 40 ആംബിയറാണോ? 44 hour എന്ന് പറയുന്നത് 44 ആംബിയർ ആണോ? 44 ആംബിയർ വരുന്നത്. അത് ബാറ്ററിയുടെ നമ്പറാണോ? അല്ല, അത് അതിൻ്റെ ആംബിയർ ആണ്. അതെയോ? ഈ സ്റ്റിക്കറെ കറക്റ്റ് എടുത്ത്. പക്ഷെ അതേ 40 ആംബിയർ എഴുതിയിട്ടുള്ളൂ. 45 ഈ ഓപ്ഷൻ കമ്പനി വരുന്ന ഓപ്ഷനാണ്. നമ്മൾ രണ്ടാമത് കിട്ടുന്ന ഈ ഓപ്ഷൻ കിട്ടുള്ളൂ. ആ അതിന് ആംബിയർ ഇല്ല. ഇതാകുമ്പോൾ കമ്പനി കുറച്ച് ഇതാകുമ്പോൾ വാറണ്ടി കുറച്ച് കൂടുതൽ തരുന്നില്ല. അപ്പോൾ സാധനം ഇച്ചിരി ക്വാളിറ്റിയാണ്. കമ്പനിക്ക് വില കുറച്ച് കൊടുക്കുന്നതായിരിക്കും. കമ്പനിക്ക് അവരെ റേറ്റ് കുറച്ച് അടിക്കുന്നതാണ്. എത്ര ആയിരക്കണക്കിന് വാറ്റില്ല പോണേ, ലക്ഷക്കണക്കിന്. അപ്പം വില താത്ത് കൊട്ടേഷൻ കൊടുത്ത് ഈ സാധനം കൊടുക്കുവാണെങ്കിൽ ഈ വില കൊടുക്കാൻ പറ്റത്തില്ല. ആ പിന്നെ പലതുള്ളി പെരുവെള്ളമല്ലേ വണ്ടി ഉണ്ടാക്കുമ്പോഴേ. ടോർച്ചുണ്ട്. അവരാ ബെൽറ്റ് ഇടുന്നത് കുലുങ്ങാതിരിക്കാനായിരിക്കും അല്ലേ? പക്ഷെ ആ ബെൽറ്റ് ഇല്ലാലും നല്ല മുറുകിയല്ലേ ഇരിക്കുന്നത്. ആ ബെൽറ്റ് എല്ലാം ഈ ആസിഡ് വീണിട്ടായിരിക്കും പൊട്ടിപ്പോകുന്നത്. ആ ഓക്കെ ഓക്കെ. ഞാനത് മാറാൻ പറഞ്ഞപ്പോൾ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു സ്പെയറും ഒരു സാധനവും സ്റ്റോക്കും ഇല്ല, ഒന്നുമില്ല. വണ്ടി ചുമ്മാ ഇറക്കി വിടുക. ഇപ്പം പഴയതിലും ഒത്തിരി മാറ്റമായി. പുതിയ നെക്സോൺകാർ വന്നാൽ പിന്നെ അന്നേരം അല്ലെങ്കിൽ അന്നേരം അറിയാം. ഒച്ച വെക്കല്ലേ. ഇതേ പൊട്ടിയിട്ടുള്ളൂ അല്ലേ? ആ പൊട്ടിയിട്ടുള്ള ലൂസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അത് അവിടെ തന്നെ പറഞ്ഞ് മാറ്റിക്കണോ? പുറത്ത് കിട്ടുകയല്ലേ? പിന്നെ എങ്ങനെയാ സാധാരണ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചെയ്യുന്നത്? അല്ല അവിടെ നെറ്റും ബോൾട്ടും ആണല്ലോ. അതുകൊണ്ടാണ് എനിക്ക് സംശയം. സാധാരണ ഇത് നമ്മൾ മറ്റുള്ള വണ്ടിയുടെയൊക്കെ ഈ ടെർമിനൽ കൂട്ടി ഒരു വയറായിട്ട് സെറ്റോടെ വരുന്നത്. കൊടുക്കും കണക്ഷനായില്ലേ? അത് ക്ലീൻ ചെയ്യണമായിരുന്നു. അതിനകത്ത് ക്ലാവൊന്നും ഇല്ല. ഓക്കെ. താക്കോൽ നോക്കട്ടെ. അതോ അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ആകെ ഉണ്ടായത് ടൈം മാത്രം തെറ്റിയിട്ടുണ്ട്. 12 മണി എന്നുള്ള ടൈം ആയി പോയതേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ബാറ്ററി മാറി, വണ്ടി ഓക്കെയാണ്, സ്റ്റാർട്ടായിട്ടുണ്ട്, ക്ലിയറാണ്. ആദ്യം ഇത് കാണിച്ച സിംറ്റം, നമ്മളിത് വണ്ടി ഓഫ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് അടയാനൊരു മടി കാണിച്ചു. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറർ രണ്ടും അടയുന്ന രീതിയിലാണ്, അതായത് വണ്ടി ഓഫ് ആകുമ്പോൾ ഉള്ളത്. അത് അടയാനൊരു ബുദ്ധിമുട്ട് കാണിച്ചു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു
പ്രശ്നം ഇത് കാണിച്ചിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് 3.5 വർഷമായി. 3.5 വർഷം ഈ വണ്ടി ഓടി, കുഴപ്പമില്ലാതെ ഓടി, ബാറ്ററി മാറി. അപ്പോൾ ഞാൻ അവരെ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് വിടട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, വണ്ടി ഷർട്ടായി, സമാധാനമായി. ഒത്തിരി നാളായിട്ട് ഈ കിടക്കുന്ന ഈ കൂടെ എന്നാന്ന് കാണിച്ചു തരാം. ഇതാ ബാറ്ററിയാണ്, ആ മേശ കയറ്റി വെച്ചിരിക്കുകയാണ് ആ ബാറ്ററി. എൻ്റെ 50 ബാറ്ററി എല്ലാം ഞാൻ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വിശ്വവിഖ്യാതനായ ബാറ്ററി. ഇതിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഇട്ട് തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.